സ്ഥിരമായി ട്രെയിൻ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒന്നിലൊരു ഇഞ്ചറി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പനി വരും. സോ അങ്ങനെ ഒരു വയ്യായ്ക കഴിഞ്ഞ് 3-4 ദിവസം പോയി കിട്ടി. അങ്ങനെ കാരണം ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു വീണ്ടും. അങ്ങനെ ഇന്ന് വീണ്ടും ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യണം, റെസ്യൂം ചെയ്യാണ്. ഇപ്പോഴും ബ്രീത്തിങ് ഒന്നും ശരിയായിട്ടില്ല. പക്ഷേ ഇന്ന് ജിമ്മിൽ പോയി ഒന്ന് ലൈറ്റായിട്ടൊരു ഷോൾഡർ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഗോപ്രോയിൽ എടുക്കുന്നുണ്ട്. എൻ്റെ പണ്ടേ ഒരു ഗോപ്രോ ഉണ്ട്, പക്ഷേ അത് വെച്ച് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കൂടുതലും ബൈക്കിലൊക്കെ പോകുന്ന വീഡിയോസ് എടുത്തിട്ടുള്ളൂ. സൗണ്ട് നേരെ വരുന്നില്ല. എന്തായാലും ജിമ്മിൽ പോയി ഷോൾഡർ വർക്കൗട്ടിൻ്റെ എടുക്കാൻ പറ്റുന്ന വീഡിയോസ് എടുക്കാം. അപ്പോൾ അവിടെ കാണാം. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റി. ഓൾമോസ്റ്റ് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കൗട്ടും ചെയ്തു. പക്ഷേ കുറച്ച് ടയേർഡായി. ശ്വാസം എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഇൻറ്റൻസിറ്റിയിൽ ചെയ്തില്ല. സാധാരണ ഞാൻ 1 മിനിറ്റ് റെസ്റ്റ് സെറ്റിനിടയ്ക്ക് എടുക്കാറുള്ളൂ. ഇന്ന് 2 മിനിറ്റ് കൂടുതൽ റെസ്റ്റൊക്കെ എടുത്താണ് ചെയ്തത്. എന്നാലും 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ പറ്റി, വലിയ കുഴപ്പമില്ലാതെ. ഇനിയിപ്പോൾ വൈകുന്നേരം റൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതെനിക്കിപ്പോഴൊരു ഡൗട്ടാണ്. കാരണം ശ്വാസം ഹോൾഡ് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൺ വാക്ക് ചെയ്യേണ്ടി വരും. Day 6 പോകണം. എന്തായാലും വൈകുന്നേരം നോക്കാം. അപ്പോൾ വർക്കൗട്ടൊക്കെ വലിയ കുഴപ്പമില്ല, നടന്നു. ഇനി ഇന്നത്തെ ദിവസമുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ്. വർക്കൗട്ട് കഴിഞ്ഞ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരുമുണ്ട്, സപ്ലിമെൻറ്റ്സ് എടുക്കാത്തവരുമുണ്ട്. ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ഒരാളാണ്. സോ ഞാൻ 2 സപ്ലിമെൻറ്റ് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് പെർഫോമൻസ് വേ പ്രോട്ടീനും, പിന്നെ ഒരെണ്ണം നമ്മുടെ ക്രിയാറ്റിനുമാണ്. കാരണം ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യും, റണ്ണും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മസിൽ റിക്കവറിക്ക് ആവശ്യമുള്ള പ്രോട്ടീനും ക്രിയാറ്റിനും ഒക്കെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ 2 സപ്ലിമെൻറ്റ്സ് ഞാൻ എടുക്കാറുണ്ട്. ഇത് മാൻഡറ്ററി അല്ല, ഓപ്ഷണലായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളുടെ ഫുഡൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് കൊണ്ടുള്ള ഗെയിൻസ് വേണമെന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ആവശ്യമില്ല. പക്ഷേ റണ്ണിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് മസിൽ ലോസ് ഉണ്ടാകാറുണ്ട്. കാരണം ഞാൻ റണ്ണിങ്ങിന് വരുന്നതിന് ഒത്തിരി മുന്നേ മസിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് റണ്ണിങ്ങിനോട്ട് വന്നപ്പോൾ എൻ്റെ മസിൽ ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ട്. സോ ഇപ്പോൾ ഉള്ള മസിൽ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഗോളാണ്. ശരിക്കും ഇന്ന് ഈവനിങ് റണ്ണ് പോകാനുള്ള ടൈമായി. പക്ഷേ പുറത്ത് മഴ പെയ്യാണ്. അപ്പോൾ ഒരു പനി കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് മഴയത്തോടുന്ന അത്ര നല്ലത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മഴയത്തോടാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലത്തെ എൻ്റെ ട്രെയിനിങ് വീഡിയോസ് ഇനി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. തുടങ്ങുന്നത് ആ റണ്ണായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. ബൈ.